ഇന്ത്യയിലെ യുവതി യുവാക്കൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തുനിൽക്കുന്ന UPSCയുടെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോഴിതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി, ഏഴിമല നേവൽ അക്കാദമി, എയർഫോഴ്സ് അക്കാദമി എന്നിവിടങ്ങളിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ ഡിഗ്രിക്കാരാണെങ്കിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതിന് ആദ്യം നടക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനും അതിനുശേഷം നടക്കുന്ന 5 ദിവസം നീണ്ടു നിൽക്കുന്ന SSB ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന SSB ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. SSB ഇന്റർവ്യൂ എപ്പോഴും നമ്മുടെ യുവതി യുവാക്കൾക്കൊരു ബാലികേറാ മലയാണ്. കാരണം ഈ SSB ഇന്റർവ്യൂവുമായി അടുത്ത് ഇടപഴകാൻ നമ്മുടെ യുവതി യുവാക്കൾക്ക് അവസരം ലഭിക്കുന്നില്ല. റിട്ടയർ ചെയ്ത മിലിറ്ററി ഓഫീസേഴ്സിന്റെ പരിശീലനം നിർബന്ധമായൊരു മേഖലയാണ് SSB ഇന്റർവ്യൂ കോച്ചിങ്. അതിന് കേരളത്തിൽ സൗകര്യങ്ങൾ വളരെ കുറവാണ്. ചേർത്തലയിലെ ശ്രീനാരായണ കോളേജിന്റെ പ്രകോശം വരകാടി ടെമ്പിൾ റോഡിൽ സ്ഥിതി ചെയ്യുന്ന SCFE അക്കാദമി SSB ട്രെയിനിങ് കൊടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖമായ ഒരു ട്രെയിനിങ് സെന്ററാണ്. ഇവിടെ റിട്ടയർഡ് കേണൽ S. വിജയൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം റിട്ടയർഡ് മിലിറ്ററി ഓഫീസേഴ്സ് ഇതിന് വിദഗ്ധമായ പരിശീലനം നൽകുന്നു. ഇവിടുത്തെ പരിശീലന കളരിയിൽ പഠിച്ചു പുറത്തു വരുന്ന യുവതി യുവാക്കൾ നല്ല കോൺഫിഡൻസോടുകൂടിയാണ് SSB ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും അതിൽ വിജയശ്രീ ലാളിതരാകുന്നതും. കഴിഞ്ഞ 5-6 വർഷങ്ങളായി ധാരാളം ഓഫീസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ഈ SSB ട്രെയിനിങ് സെന്ററിന് ആയിട്ടുണ്ട്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന SSB ഇന്റർവ്യൂവിനെ കുറിച്ച് ഒരു പ്രാഥമികമായ അറിവ് എല്ലാ കുട്ടികൾക്കും അത്യാവശ്യമാണ്. കാരണം SSB ഇന്റർവ്യൂവിന്റെ ആദ്യ ദിനം തന്നെ നമ്മൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തും. ആ സ്ക്രീനിങ് ടെസ്റ്റിൽ വിജയിച്ചാൽ മാത്രമേ തുടർന്ന് വരുന്ന 4 ദിവസങ്ങളിൽ SSB ഇന്റർവ്യൂവിന് പങ്കെടുക്കാനും അതിന്റെ അന്തിമമായി സെലക്ഷൻ നേടുവാനും സാധിക്കും. SSB ഇന്റർവ്യൂവിൽ എപ്പോഴും സെലക്ഷൻ ഓർ റിജക്ഷൻ ഇത് മാത്രമേ നടക്കാവൂ. അല്ലാതെ SSB ഇന്റർവ്യൂ വിജയിക്കുക എന്നൊരു ടേമേ ഇല്ല. അപ്പോൾ ആദ്യ ദിവസം നടക്കുന്ന ആ സ്ക്രീനിങ് ടെസ്റ്റിൽ വിജയിക്കണമെങ്കിൽ PP and DT നന്നായി ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ നേടണം. അതിന്റെ പരിശീലനം ഏറ്റവും അനുഭവ സമ്പത്തുള്ള റിട്ടയർഡ് മിലിറ്ററി ഓഫീസേഴ്സ് നിന്ന് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ ഉയരും. പിന്നെ തുടർന്ന് നടക്കുന്ന WAT, TAT, ഇൻഡിവിജ്വൽ ഒബ്സ്റ്റക്കിൾ കോഴ്സ് ടെസ്റ്റുകൾ, അതുപോലെ കമാൻഡ് ടാസ്കുകൾ ഇതെല്ലാം വിജയിച്ച് നിങ്ങൾക്ക് വിജയശ്രീ ലാളിതരായി ഒരു മിലിറ്ററി ഓഫീസറാകാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ള പരിശീലനം ഞങ്ങൾ നൽകുന്നു. ഈ 20-ാം തീയതി മുതൽ ആരംഭിക്കുന്ന 15 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന കളരിയിൽ നിങ്ങൾ പങ്കെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രസ്റ്റീജിയസ് ആയ ഇന്ത്യൻ മിലിറ്ററി ഓഫീസർ കേഡർ പോസ്റ്റുകളിൽ എത്തിച്ചേരുന്നതായി. അതിനായി ഞങ്ങൾ ആരംഭിക്കുന്ന ഈ 20-ാം തീയതി ആരംഭിക്കുന്ന പരിശീലന കളരിയിലേക്ക് അഡ്മിഷൻ എടുക്കും. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായി നിങ്ങളെ ഞാൻ ഈ ഇൻഡിവിജ്വൽ ഒബ്സ്റ്റക്കിൾസ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇന്ത്യയിലെ യുവതി യുവാക്കൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തുനിൽക്കുന്ന UPSCയുടെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോഴിതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി, ഏഴിമല നേവൽ അക്കാദമി, എയർഫോഴ്സ് അക്കാദമി എന്നിവിടങ്ങളിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ ഡിഗ്രിക്കാരാണെങ്കിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതിന് ആദ്യം നടക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനും അതിനുശേഷം നടക്കുന്ന 5 ദിവസം നീണ്ടു നിൽക്കുന്ന SSB ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന SSB ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. SSB ഇന്റർവ്യൂ എപ്പോഴും നമ്മുടെ യുവതി യുവാക്കൾക്കൊരു ബാലികേറാ മലയാണ്. കാരണം ഈ SSB ഇന്റർവ്യൂവുമായി അടുത്ത് ഇടപഴകാൻ നമ്മുടെ യുവതി യുവാക്കൾക്ക് അവസരം ലഭിക്കുന്നില്ല. റിട്ടയർ ചെയ്ത മിലിറ്ററി ഓഫീസേഴ്സിന്റെ പരിശീലനം നിർബന്ധമായൊരു മേഖലയാണ് SSB ഇന്റർവ്യൂ കോച്ചിങ്. അതിന് കേരളത്തിൽ സൗകര്യങ്ങൾ വളരെ കുറവാണ്. ചേർത്തലയിലെ ശ്രീനാരായണ കോളേജിന്റെ പ്രകോശം വരകാടി ടെമ്പിൾ റോഡിൽ സ്ഥിതി ചെയ്യുന്ന SCFE അക്കാദമി SSB ട്രെയിനിങ് കൊടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖമായ ഒരു ട്രെയിനിങ് സെന്ററാണ്. ഇവിടെ റിട്ടയർഡ് കേണൽ S. വിജയൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം റിട്ടയർഡ് മിലിറ്ററി ഓഫീസേഴ്സ് ഇതിന് വിദഗ്ധമായ പരിശീലനം നൽകുന്നു. ഇവിടുത്തെ പരിശീലന കളരിയിൽ പഠിച്ചു പുറത്തു വരുന്ന യുവതി യുവാക്കൾ നല്ല കോൺഫിഡൻസോടുകൂടിയാണ് SSB ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും അതിൽ വിജയശ്രീ ലാളിതരാകുന്നതും. കഴിഞ്ഞ 5-6 വർഷങ്ങളായി ധാരാളം ഓഫീസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ഈ SSB ട്രെയിനിങ് സെന്ററിന് ആയിട്ടുണ്ട്.
5 ദിവസം നീണ്ടു നിൽക്കുന്ന SSB ഇന്റർവ്യൂവിനെ കുറിച്ച് ഒരു പ്രാഥമികമായ അറിവ് എല്ലാ കുട്ടികൾക്കും അത്യാവശ്യമാണ്. കാരണം SSB ഇന്റർവ്യൂവിന്റെ ആദ്യ ദിനം തന്നെ നമ്മൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തും. ആ സ്ക്രീനിങ് ടെസ്റ്റിൽ വിജയിച്ചാൽ മാത്രമേ തുടർന്ന് വരുന്ന 4 ദിവസങ്ങളിൽ SSB ഇന്റർവ്യൂവിന് പങ്കെടുക്കാനും അതിന്റെ അന്തിമമായി സെലക്ഷൻ നേടുവാനും സാധിക്കും. SSB ഇന്റർവ്യൂവിൽ എപ്പോഴും സെലക്ഷൻ ഓർ റിജക്ഷൻ ഇത് മാത്രമേ നടക്കാവൂ. അല്ലാതെ SSB ഇന്റർവ്യൂ വിജയിക്കുക എന്നൊരു ടേമേ ഇല്ല. അപ്പോൾ ആദ്യ ദിവസം നടക്കുന്ന ആ സ്ക്രീനിങ് ടെസ്റ്റിൽ വിജയിക്കണമെങ്കിൽ PP and DT നന്നായി ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ നേടണം. അതിന്റെ പരിശീലനം ഏറ്റവും അനുഭവ സമ്പത്തുള്ള റിട്ടയർഡ് മിലിറ്ററി ഓഫീസേഴ്സ് നിന്ന് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ ഉയരും. പിന്നെ തുടർന്ന് നടക്കുന്ന WAT, TAT, ഇൻഡിവിജ്വൽ ഒബ്സ്റ്റക്കിൾ കോഴ്സ് ടെസ്റ്റുകൾ, അതുപോലെ കമാൻഡ് ടാസ്കുകൾ ഇതെല്ലാം വിജയിച്ച് നിങ്ങൾക്ക് വിജയശ്രീ ലാളിതരായി ഒരു മിലിറ്ററി ഓഫീസറാകാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ള പരിശീലനം ഞങ്ങൾ നൽകുന്നു. ഈ 20-ാം തീയതി മുതൽ ആരംഭിക്കുന്ന 15 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന കളരിയിൽ നിങ്ങൾ പങ്കെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രസ്റ്റീജിയസ് ആയ ഇന്ത്യൻ മിലിറ്ററി ഓഫീസർ കേഡർ പോസ്റ്റുകളിൽ എത്തിച്ചേരുന്നതായി. അതിനായി ഞങ്ങൾ ആരംഭിക്കുന്ന ഈ 20-ാം തീയതി ആരംഭിക്കുന്ന പരിശീലന കളരിയിലേക്ക് അഡ്മിഷൻ എടുക്കുക. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായി നിങ്ങളെ ഞാൻ ഈ ഇൻഡിവിജ്വൽ ഒബ്സ്റ്റക്കിൾസ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക.